അസ്സലാമു അലൈക്കും ബഹുമാന്യരെ. ആധുനിക ലോകത്ത് പൊതുജനങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ച ഒരു പദമാണ് സിറാത്തുൽ മുസ്തഖീം എന്നത്. അള്ളാഹുവിലേക്കുള്ള നേരായ പാത എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ സിറാത്ത് എന്നത് ഒരു പാലമല്ല. ഈ പദത്തിന് ബാത്തിനിയായി ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമാണ്. യാഥാർത്ഥ്യം എന്തെന്നാൽ അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു മുർഷിദായ വലിയുടെ പ്രാധാന്യമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടമായ ഷറഹ് സുദർ ചെയ്യുന്നതിനായി ഖുർആനിൽ പറയുന്ന ഒരു മുർഷിദിനെ കണ്ടെത്തി അവിടുന്ന് ദിക്ർ സ്വീകരിച്ച് സ്വന്തം കൽബ് മുനവറാക്കി ആ നൂറ് കൊണ്ട് വേണം മുർഷിദിലൂടെ അള്ളാഹുലേക്ക് സഞ്ചരിക്കാൻ. ഇതാണ് സിറാത്തുൽ മുസ്തഖീം അഥവാ നേരായ പാത എന്നത് ഖുർആൻ പഠിപ്പിക്കുന്നത്. സാധാരണക്കാരെ മുർഷിദിലേക്കുള്ള ചിന്തയിൽ പോലും എത്തിക്കാതെ ഇബ്ലീസ് ഒന്നടങ്കം ഇവരെ ഈ പാതയിലേക്ക് എന്ന് വെച്ചാൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിക്കുന്നത് അതിവിഗ്ധമായി തടഞ്ഞു. ഇത് തന്നെ ആയിരുന്നില്ലേ ഇബ്ലീസിന്റെ ലക്ഷ്യം? ഇബ്ലീസ് അള്ളാഹുവിനോട് ശപഥം ചെയ്തതും ഇത് തന്നെയാണ്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് അഥവാ ഒരു വലിയ മുർഷിദിലേക്ക് എത്തിച്ചേരാത്തവർ വഞ്ചനയിൽ അകപ്പെടുകയും ഒടുവിൽ ദജ്ജാലിന്റെ അനുയായികളിൽ എത്തിച്ചേരുകയും ചെയ്യും. ദിക്ർ പ്രവേശിക്കാത്ത ഖുർആനിൽ പറഞ്ഞ കല്ലുകളെക്കാൾ കടുത്തു പോയ അള്ളാഹു മുദ്ര വെച്ച കൽബുകൾക്ക് ഉടമയാണവർ. ഖുർആനിൽ പറയുന്നു, അവരുടെ മുന്നിലേക്ക് സത്യം എത്തിപ്പെട്ടാലും അതിലേക്ക് അവരുടെ ചിന്ത തിരികയോ അന്വേഷിക്കുകയോ ഇല്ല.